പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ അൻഷാദ്, ബഹുമാന്യനായ മുൻ MLA ശ്രീ VT ബൽറാം, പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി, എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പ്രവൃത്തികൾ. കഴിഞ്ഞ ദിവസം 60ഓളം വീൽ ചെയറുകൾ സമ്മാനിച്ചുകൊണ്ട് അവർ സാമൂഹിക പ്രതിബദ്ധത കാണിച്ചു. ഇന്ന് ഇൻകാസ് എന്ന സംഘടന കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നും വിഭിന്നമായി കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇവിടെ നിലവിൽ വരുമ്പോൾ നമ്മുടെ സംഘടന എന്തായിരുന്നു, ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് എല്ലാം സാധിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യത്തിന് ശുദ്ധമാണെങ്കിൽ അതിന് സമൂഹത്തിൽ വിലയുണ്ടാവുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇൻകാസ് എന്ന സംഘടന UAE സാമൂഹ്യ മണ്ഡലത്തിൽ കാണിക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ. ഈ സാമൂഹ്യ പ്രവർത്തനത്തിന് എല്ലാവിധ ആശീർവാദങ്ങളും തരുന്ന നല്ലവരായ UAE എല്ലാവരോടും UAE ഇൻകാസ് കമ്മിറ്റിക്ക് വേണ്ടി, ദുബായ് ഇൻകാസ് കമ്മിറ്റിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഇൻകാസ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അൻഷാദ് ബഷീർ, പ്രിയപ്പെട്ട റജി കാസിം, പ്രിയപ്പെട്ട ബിനോ ലോപ്പസ്, ഏറെ പ്രിയങ്കരനായ നമ്മുടെയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിനും പുറം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട VT ബൽറാം, ദുബായ് ഇൻകാസിൻ്റെ പ്രസിഡന്റ് ശ്രീ റഫീഖ് മട്ടന്നൂർ, എൻ്റെ പ്രിയ സുഹൃത്ത് അൻസാർ, നമ്മുടെ ഒരു പ്രതീക്ഷ, ആലപ്പുഴ ജില്ലയിലെ അടുത്ത പ്രതീക്ഷ, ഞങ്ങളുടെ കുട്ടനാടിൻ്റെ പ്രതീക്ഷ മിസ്റ്റർ റെജി ചെറിയാൻ, എൻ്റെ സുഹൃത്ത് റെജി ചെറിയാൻ, മോഹൻദാസ് ഏട്ടൻ, പ്രിയപ്പെട്ട ദിലീപ്, ഷൈജു, ആലപ്പുഴ ജില്ലയുടെ മുഴുവൻ ഭാരകളെ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട അനുരാ മത്തായി, എല്ലാവരും ഉണ്ട് അവിടെ, പ്രജീഷ്, ഇക്ബാൽ, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതെൻ്റെ കൂടുതൽ എൻ്റെ കുടുംബമാണ്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാടാണ്. എൻ്റെ തറവാട്ടിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി ഇത്രയും ഗംഭീരമാകാൻ എൻ്റെ സഹോദരന്മാർ, ഞങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ടുവന്ന ഈ പ്രസ്ഥാനം വലിയ ഗംഭീരമാക്കി തന്ന ഈ അൻസാറും ടീമിനും ഒരുപാട് ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഡയന പറഞ്ഞൊരു കാര്യം വിട്ടുപോയി. നമ്മൾ നടത്തിയ ഓണോത്സവത്തിൽ ഗോൾഡ് കപ്പ് വാങ്ങിച്ചത് ദുബായ് കമ്മിറ്റി ആയിരുന്നു. ദുബായ് കമ്മിറ്റിക്ക് ഒരു അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ പറയുന്നില്ല, ഒരുപാട് പേർക്ക് പരിപാടികളുണ്ട്. ഒരിക്കൽ കൂടി നമ്മളുടെ ഓണമാമാങ്കത്തിൽ പങ്കെടുത്ത് ഗംഭീരമാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ എത്തിയ 2 സെലിബ്രിറ്റികളുണ്ട്, ഷംന കാസിം, കൃഷ്ണപ്രിയ, 2 പേർക്കും എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ജ്യോതികൃഷ്ണ, സോറി, നല്ലൊരു പേര് കിട്ടിയില്ല കൂടുതൽ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഞാൻ പ്രത്യേകം ചോദിച്ചു മേടിച്ചാണ്, കാരണം 2 വാക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. ഇടം കൈ ചെയ്താൽ വലം കൈ അറിയരുതെന്ന് ഉള്ള ആളായതുകൊണ്ട് നമ്മൾ തന്നെ അത് പറയണം. ഇനി ഇത് കഴിയുമ്പോൾ എന്തുവാണെന്നറിയത്തില്ല പുള്ളി പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു സഹായമൊന്നല്ല, എന്താവശ്യത്തിന് എപ്പോൾ ഓടിച്ചെന്നാലും നമുക്കൊപ്പം നിൽക്കുന്ന ഒരാളെന്ന് പറയാം. ആലപ്പുഴയോടൊപ്പം എന്നും നിലകൊണ്ടിരുന്ന, അത് മാത്രമല്ല നാട്ടിൽ RC ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ ഒരുപാട് സഹായങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായങ്ങൾ അടക്കം ആലപ്പുഴ, അതുപോലെ നമ്മുടെ കുട്ടനാട് ഭാഗത്ത് വെള്ളം കയറി അല്ലേ അങ്ങനെയുള്ള രോഗങ്ങൾ ബാധിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരിക്കലും ചിലപ്പം ഈ ഒരു പേരറിയത്തില്ലെങ്കിലും RC ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പം അതിൻ്റെ ചെയർമാനെ ഞങ്ങളൊന്ന് വിളിച്ചില്ലെങ്കിൽ മോശമായി പോവും. അതുകൊണ്ട് ഞങ്ങളത് കൃത്യമായിട്ട് വിളിച്ചതാണ്. ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റെയ്ച്ചറിയാനെ ഈ RC ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലുള്ള ഈ അവാർഡ് ആലപ്പുഴ ജില്ലയുടെ ഇൻകാസിൻ്റെ ഈ ഒരു ഒത്തൊരുമയും നമ്മുടെ നാടിനു വേണ്ടി കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ ഇൻകാസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. വരും വർഷങ്ങളിലും ഇവർക്ക് ഇതിലും വിജയകരമായി ഇങ്ങനെയുള്ള
പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. സത്യം പറഞ്ഞാൽ എനിക്ക് യൂഷ്വലി മൈക്ക് എന്ന് പറയുമ്പം പേടിയാണ്. കാരണം സ്റ്റേജിൽ എനിക്ക് ആകെ അറിയുന്നൊരു കാര്യം ഡാൻസ് ചെയ്യാൻ മാത്രമാണ്. പിന്നെ ഇങ്ങനെ കുറേ പൊളിറ്റീഷ്യൻസിൻ്റെ ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ എന്താ സംസാരിക്കണമെന്ന് പോലും അറിയില്ല. ഇവരൊക്കെ ഞാൻ മറന്ന് ഈ കാര്യത്തിലേക്ക് ഞാൻ പോണില്ല. ബിക്കോസ് ഇവർ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെ പേര് പറയാൻ പോലും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. സംസാരിക്കാനേ അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഞാനിവിടെ ഒരു ഗസ്റ്റൊന്നും അല്ല കേട്ടോ. കാരണം ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ തന്നെയാണ്. അപ്പം ഇവിടുത്തെ ഒരു ഫാമിലി ആയിട്ട് വരുന്നതാണ് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇപ്പോഴും എനിക്ക് നിങ്ങളെല്ലാവരും തരുന്ന ഈ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 3-4 ദിവസമാണ്. അത് സോറി, ഇപ്പോൾ എറണാകുളക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് എനിക്ക് സോറി പറയണം. ഞാൻ കണ്ണൂക്കാരിയാണ്. അപ്പോൾ അവിടെയൊക്കെ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും ഉണ്ടാവും. പക്ഷേ എറണാകുളത്താകെ 1-2 ദിവസമേ ഉണ്ടാവും. അതും എന്താ പറയുക, ഓൾ ഹോട്ടൽ ഓണമാണ് ഞാൻ കണ്ടിരിക്കുന്നത് അവിടെ. പക്ഷേ ദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം അടുത്ത ക്രിസ്മസ് വരെ എന്ന് വെച്ചാൽ 24th അന്ന് വരെ ചിലപ്പോൾ ഇവർ ഓണാഘോഷിക്കും. അതാണ് ദുബായ്. കാരണം അത് ഞാൻ ഇപ്പോഴല്ല, പണ്ട് മുതലേ ഞാൻ പ്രോഗ്രാമിനാണെങ്കിലും വരുന്ന സമയത്ത് എന്നെ നവംബർ എൻഡിലൊക്കെ ഓണം പ്രോഗ്രാമിന് ബുക്ക് ചെയ്യുമ്പം ഞാൻ ചോദിക്കും, ഓണം പ്രോഗ്രാമിനോ? ഓണം പ്രോഗ്രാമാണോ ക്രിസ്മസ് ആണോ, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല, ഓണം പ്രോഗ്രാം തന്നെയാണെന്ന്. അപ്പോൾ അതെനിക്ക് ആദ്യമേ അറിയുന്നൊരു കാര്യമാണ്. സോ ഐ എം വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ്. വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ ഇക്കയോട് പറയും, വരുമോ ഫങ്ഷൻസിന് എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇക്ക വരാറില്ല കേട്ടോ. പക്ഷെ ഇന്ന് എൻ്റെ ഇക്ക വന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഈ പോളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം അറിയുന്നത് എൻ്റെ ഇക്ക വഴിയാണ്. സോ വീട്ടിലാണെങ്കിലും എല്ലാ വിശേഷങ്ങളും ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം മുതലേ ഹിസ്റ്ററിയിൽ ഏറ്റവും ബാക്കുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ. പക്ഷേ ഇപ്പം പോളിറ്റിക്സിനെ കുറിച്ച് കൂടുതലും അറിഞ്ഞു വരുന്നത് ഇക്ക വഴിയാണ്. അപ്പം ഈ ഒരു ഫംഗ്ഷൻ ഇക്ക വന്ന് തന്നെ നിങ്ങളെല്ലാവരോടുള്ള റെസ്പെക്റ്റ് ഒക്കെ കൂടിയാണ്. കമ്മിങ് ടു ആലപ്പുഴ, എനിക്ക് ആലപ്പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സമയം കുട്ടനാടൻ വ്ളോഗ് എന്ന സിനിമ ചെയ്തത്. കാരണം അവിടെ ഫുൾ മൂവി ഞങ്ങൾ ചെയ്തത് അവിടെ ആലപ്പുഴയിൽ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ആലപ്പുഴയുടെ എല്ലാ ഭംഗിയും ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അന്നാണ് ആലപ്പുഴയിലെ ബ്യൂട്ടി ആവട്ടെ ഫുഡാവട്ടെ ഫുൾ എക്സ്പ്ലോർ ചെയ്തൊരു സമയമാണ്. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോഴും ഞാൻ പറയും, ആലപ്പുഴ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ ആലപ്പുഴ സ്റ്റൈൽ ഫിഷ് കറി കിട്ടുമോ അല്ലെങ്കിൽ കപ്പ കിട്ടുമോ? കാരണം നമ്മളെവിടെ ഇനോഗ്രേഷന് പോയി ട്രിവാൻഡ്രം വഴിയൊക്കെ വരുമ്പോഴും നമ്മളൊരു സ്പോട്ട് ഭക്ഷണം കഴിക്കാൻ നിർത്താൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം ആലപ്പുഴയാണ്. കാരണം നല്ല ഫുഡാണ് അവിടുത്തത്. ആസ് ബ്യൂട്ടിഫുൾ ആസ് നേച്ചർ, ദ ഫുഡ് ഈസ് ഓൾസോ വെരി നൈസ്. ഇപ്പോൾ ഇവിടെ വന്നപ്പം അതേ ബ്യൂട്ടിഫുൾ തന്നെയാണ് നിങ്ങളെല്ലാവരും. ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് വെരി ഹാപ്പി ഇവിടെ വരാൻ പറ്റിയാലും നിങ്ങളോടൊപ്പം കുറച്ച് നേരം സംസാരിക്കാനും കുറച്ച് എന്താ പറയുക പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റിയാലും. ഇങ്ങോട്ടേക്ക് വരണം അല്ലേ? പോളിറ്റിക്സിലേക്ക് വേണോ? എനിക്ക് പേടിയാണ് കേട്ടോ. ഞാൻ വരാം.
ആലപ്പുഴ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം വേണമെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം, നോ പ്രോബ്ലം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ വീട്ടിലടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ബിഗ് ബോസ് കാണേണ്ടി വരും. പക്ഷെ ആ ബിഗ് ബോസിൻ്റെ സമയത്ത് ഫുൾ ടൈം എന്ന് വെച്ചാൽ നാട്ടിൽ ഇലക്ഷൻ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ ഇലക്ഷനാണ്, അതുപോലെയാണ് എൻ്റെ വീട്. അപ്പം ഞാൻ പറയും, ഓ അയ്യോ നാട്ടിൽ ഇലക്ഷൻ അല്ലേ, പിന്നെ എൻ്റെ വീട്ടിൽ ഇലക്ഷനാണ്. കാരണം ഫുൾ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഞാനും ഇപ്പോൾ കുറച്ചൊക്കെ പഠിച്ചത് പുള്ളിക്കാരൻ വഴി തന്നെയാണ്. സോ വെരി ഹാപ്പി ടു ബി ഹിയർ. എന്നെ ഇവിടെ ക്ഷണിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എല്ലാവർക്കും നമസ്കാരം. ഈ പറയുന്ന പോലെ ഒരു മൈക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. കുറേ കാര്യങ്ങൾ മറന്നു പോവും. കുറേയൊക്കെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നു പറയണമെന്ന്, ഇപ്പം എന്താണെന്ന് ഓർമ്മ കിട്ടില്ല. പിന്നെ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മളെ ട്രോളാൻ പറ്റുന്ന ഒരാൾ ഈ വേദിയിലുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവും. അങ്ങനെ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, അനൂറ ചേട്ടൻ. എനിക്കിത് കഴിയുമ്പോൾ കുറച്ച് ട്രോള് വരാനുണ്ട് അവിടെ നിന്ന്, അപ്പോൾ ഞാൻ കൂടുതൽ കോൺഷ്യസ് ആവാണ്. എനിവേ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇന്നിവിടെ വരാൻ പറ്റിയത്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ആദ്യത്തെ സിനിമ 1993 ബോംബെ മാർച്ച് 12 മമ്മൂക്കയുടെ മൂവിയായിരുന്നു. അതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആലപ്പുഴയിലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് സിനിമയിലേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ ഏറ്റവും നല്ല മെമ്മറീസ് എനിക്ക് കിട്ടിയത് ആലപ്പുഴയിൽ നിന്നായിരുന്നു. പിന്നെ വീട്ടിൽ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ വീട്ടിൽ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ എനിക്ക് ഒത്തിരി ദൂരെ പോകാൻ പറ്റില്ല, അപ്പം തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ഈ 3 സ്ഥലത്തുനിന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ തൃശ്ശൂരുകാരിയാണ്. അങ്ങനെ കറക്റ്റ് ആലപ്പുഴയിൽ നിന്നാണ് കല്യാണം വന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ആലപ്പുഴയിൽ ഒരുവിധം ആളുകൾക്ക് അറിയാം, അവരുടെ ഫാമിലിയൊക്കെ. അപ്പം അങ്ങനെ ആലപ്പുഴയുടെ മരുമകളും ആവാൻ പറ്റി. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് സ്നേഹമുള്ളൊരു മനുഷ്യരുള്ളൊരു സ്ഥലം കൂടെയാണ് ആലപ്പുഴ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആലപ്പുഴയുടെ ഈ ഒരു ഫംഗ്ഷന് ഇങ്ങനെ വരാൻ പറ്റിയതിലും പങ്കെടുക്കാൻ പറ്റിയതിലും. അപ്പോൾ പിന്നെ ഓണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രവാസികൾക്ക് ഇനി ഡിസംബർ വരെ ഓണം പറഞ്ഞതുപോലെ ഇതിൻ്റെ 6ാമത്തെ ഓണം സെലിബ്രേഷനാണ് ഇതിപ്പോൾ. ഇനി അടുത്ത ആഴ്ച വിളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പലരും. അപ്പോൾ എനിക്ക് ഓണത്തിനോടിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ പറയാണ്. ഒരുപാട് സന്തോഷം എനിക്കിവിടെ വരാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. വി ഹാവ് എ കൈൻഡ് റിക്വസ്റ്റ് ടു മാം. നന്നായിട്ട് പാടുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു 4 വരി പാടാൻ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ സ്നേഹത്തോടെ അത് ചെയ്യുമോ ഇല്ലയോ? ചെയ്യൂല്ലേ? അയ്യോ, ഞാനത് പറഞ്ഞത് സത്യമായിട്ട് ഞാൻ പ്രിപ്പയർ ആയിട്ട് വന്നാണ് കേട്ടോ. ഞാൻ ശ്രമിക്കാം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പുത്തനാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പുത്തനാൾ മധു തേടിപ്പോയി. നീലേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പുത്തനാൾ മധു തേടിപ്പോയി. താങ്ക് യു. താങ്ക് യു. നമ്മൾ ഗുമ്മല്ലെങ്കിലും ഗുമ്മാക്കാൻ പറ്റുന്നവർ ഗുമ്മാപ്പിക്കുക എന്നല്ല നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. ഇതിപ്പം ആലപ്പുഴയിലെ PSTയെ പണ്ട് വിളിച്ചിട്ട് ഒരു പൂ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അവരൊരു പൂക്കാലിന് നമുക്ക് തന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഇന്ന് നല്ലൊരു വിശിഷ്ടാതിയായി ശ്രീ ബഹുമാനപ്പെട്ട എന്നാ പറയേണ്ടത്, നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടിൻ്റെ രാജകുമാരൻ എന്നാണ് ബഹുമാനപ്പെട്ട VT അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ തന്നെ ഇവിടെ മുഖ്യാതിഥിയായി നമുക്കിവിടെ എത്തിക്കാൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് ഇന്ന് കഴിഞ്ഞു. അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അവർക്ക് നേരുന്നു. ഒപ്പം ഇൻഗാസ് ആലപ്പുഴ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ച നാട്ടിലെ അശരണായവർക്ക് ഏകദേശം 60-ൽ കൂടുതൽ സ്നേഹചക്രങ്ങൾ നൽകി. അത് ബഹുമാനപ്പെട്ട AICC ജനറൽ സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കത് ഉദ്ഘാടന കർമ്മം നടത്താൻ പറ്റിയത് തന്നെ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. കൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച്
അവർ സംഘടിപ്പിച്ച കുട്ടികളുടെ ബാപ്പു എന്നൊരു പരിപാടി നല്ല ഭംഗിയായി ഓൺലൈനിലൂടെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചടങ്ങുകളിലൂടെ നടക്കും. അപ്പോൾ അതിനും അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഓരോ ജില്ലാ കമ്മിറ്റികളെയും സ്റ്റേറ്റ് ഇൻചാർജുമാരായി കുറച്ച് ഭാരവാഹികളെ നമ്മൾ ഇൻചാർജുമാരായി നൽകിയിരുന്നു. അതിൽ അവർക്ക് ലഭിച്ചത് ബഹുമാനപ്പെട്ട നമ്മളെ സെക്രട്ടറി ജിജു കാർത്തികപ്പള്ളിയാണ്. അദ്ദേഹം ഏറ്റവും മനോഹരമായി അവർക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിനും ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകുകയാണ്. ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് സെക്രട്ടറിമാർ, സ്റ്റേറ്റ് ഭാരവാഹികൾ, അതുപോലെ ജില്ലാ ഭാരവാഹികൾ എല്ലാവർക്കും സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സ്നേഹാഭിവാദികൾ നേരുകയാണ്. ഈ യോഗം ഇവിടെ അതിമനോഹരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഗാസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നതും ഈ വേദി ഇവിടെ പങ്കിടുന്നതും. എൻ്റെ പേരിലുള്ളത് ജിജു കാർത്തികപ്പള്ളി എന്നാണ്. അപ്പം ഈ ചാർജ് KPCCയും സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ തന്നപ്പോൾ ഒരുപാട് കോളുകൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ കാർത്തികപ്പള്ളിയാണ്. കാർത്തികപ്പള്ളി കോഴിക്കോട് ജില്ലയിലുണ്ട്. അപ്പം അതിൽ ഒരു നിമിത്തമായി കിട്ടിയെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം. അവർ ഈ പരിപാടികൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു സഹോദരനെ പോലെ, ഒരു പ്രവർത്തകനെ പോലെ, ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ പോലെ ആ രീതിയിൽ കാണാൻ പാടുള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. കൂടെ നിന്നു. അവർക്ക് കൂടെ ആവുന്ന രീതിയിലുള്ള എൻ്റെ കൈസഹായങ്ങളും മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എൻ്റെ കോൺടാക്ട്സിൽ വെച്ച് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ ഭംഗിയോട് കൂടിയാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. ഏറെ സന്തോഷമുണ്ട്. എന്തായാലും ഈ യാത്രകൾ തുടരണം. എന്തായാലും ജീവകാരുണ്യ പ്രവർത്തനമാണ് പ്രവാസ ലോകത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ആലപ്പുഴയുടെ ഇൻഗാസുകാർ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. എന്തായാലും അത് 60ഓളം വീൽ ചെയറുകളും അതിനു മുന്നേ സുജിത്തേട്ടനുൾപ്പെടെ, പ്രിയപ്പെട്ട സുജിത്തേട്ടനുൾപ്പെടെ എൻ്റെ കൂടെ ബാങ്കിൽ 10 വർഷമായി ജോലിയാണ്. അപ്പോൾ ഒരുപക്ഷെ എല്ലാം കൊണ്ടും ഞാനൊരു ഒരു ആലപ്പുഴയുടെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം എനിക്ക് ചേർന്നതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും. എന്തായാലും യാത്രകൾ തുടരട്ടെ. നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ, വേദിയിലുള്ള പ്രിയപ്പെട്ട നേതാക്കൾ, ശ്രീ ബലറാം, ആര്യാടൻ ഷൗക്കത്ത് MLA കുറിച്ച് 2 വാക്ക് പറയണം എന്നാണ് എന്നോട് ഇതിൻ്റെ അധ്യക്ഷൻ നിർദ്ദേശിച്ചത്. നമുക്കറിയാം, ഏതാനും നാളുകൾക്ക് മുമ്പാണ് നമുക്കൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉജ്ജ്വലമായ വിജയമുണ്ടായി. ആര്യാടൻ ഷൗക്കത്ത് ആ നാട്ടിൽ വെറുതെ നേടിയെടുത്തൊരു വിജയമല്ല. തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച രാഷ്ട്രീയ ബോധം നിലമ്പൂരിലെ ആയിരക്കണക്കായ ആളുകൾക്ക് കാരുണ്യ സേവനമായി നടത്തി ജീവിതത്തിലുടനീളം തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തിയ ഒരു നേതാവാണ്. നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, സിനിമാ രംഗത്തും നമ്മുടെ പ്രിയപ്പെട്ട നടിമാർ ഈ വേദിയിലുണ്ട്. നമുക്ക് ദേശീയ അവാർഡ് നേടിത്തന്ന സിനിമയടക്കം, മീര ജാസ്മിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയടക്കം സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ. അതുപോലെ രാഷ്ട്രീയ രംഗത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ. നിങ്ങൾ ഇന്നലെ അദ്ദേഹത്തിനൊരു സ്വീകരണം മലപ്പുറം ജില്ലാ ഇൻകാസ് കമ്മിറ്റി നൽകിയിരുന്നു. വാക്കുകൾക്ക് നക്ഷത്രത്തിൻ്റെ തിളക്കം നൽകി, ആവേശം നൽകി, ഒരു കൊടുങ്കാറ്റാക്കി മാറ്റി. ഇൻകാസിൻ്റെ എല്ലാ പ്രവർത്തകരും UAE കമ്മിറ്റിയുടെ ഭാരവാഹികൾ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇൻകാസിൻ്റെ സമ്പൂർണ്ണമായ ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി തന്നെ അന്ന് നിലമ്പൂരിൽ പ്രവർത്തിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നോഫൽ സൂപ്പീരെ അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഇത്രയും വലിയ പ്രചരണങ്ങൾ നടത്തിയത്. ഏതായാലും അദ്ദേഹം വിജയിച്ചാൽ സാധാരണ ഒരു MLA നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളല്ല അദ്ദേഹത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്നത്. അദ്ദേഹം സാധാരണക്കാരോടൊപ്പമാണ് എല്ലാ നിലയിലും. അദ്ദേഹം അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ എന്ന പദവിയിൽ അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ചു. എല്ലാ നിലകളിലും ഇനി വരാനിരിക്കുന്ന നാടുകളിൽ കേരളം കണ്ട ഏറ്റവും നല്ല MLA ആണ് അദ്ദേഹം എന്ന് കാലം തെളിയിക്കും. അതുപോലെ ഇനി വരാനിരിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഉയർച്ച ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബലറാംജിയുണ്ട്. അദ്ദേഹവും നമുക്കറിയാം, അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജിതനാണെങ്കിൽ പോലും അദ്ദേഹത്തെ അവിടെയുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണം, കഴിഞ്ഞ 4.5 വർഷക്കാലം അവിടെ ഒരു MLA ഉണ്ടായിരുന്നു. ആ MLA മന്ത്രിയായി പോയിട്ട് ഒരു വികസന പ്രവർത്തനങ്ങളും കൂടി നടത്താതെ നടക്കുമ്പോൾ
കേരളത്തിൽ ഇന്നും ആ നാട്ടുകാർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു MLA ആയിരുന്നു അക്കാലത്ത് VT ബലറാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത്രയേ എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് തൽക്കാലം ഇത്രയേ പറയാനുള്ളൂ. ഏതായാലും ഇദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കാൻ അവസരം നൽകിയ ഈ കമ്മിറ്റി ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്. വളരെ ഇന്നലെ മലപ്പുറം ജില്ലയുടെ ഒരു പരിപാടി നടക്കുന്ന സമയത്താണ് ഷുക്കൂർക്കയും ഇതിൻ്റെ സംഘാടകരും വന്ന് എന്നെ ക്ഷണിച്ചത്. ഇത്ര സമഗ്രമായ സർഗാത്മകമായ ഒരു ഓണാഘോഷ പരിപാടിയിൽ, ആലപ്പുഴ ജില്ലക്കാരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. വേദിയിലിരിക്കുന്ന ഇൻഗാസിൻ്റെ സംസ്ഥാന സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയായ ശ്രീ റഫീഖ് മട്ടന്നൂർ, പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ VT ബൽറാം, അതുപോലെ തന്നെ ഷംന കാസിം, ജ്യോതി കൃഷ്ണ, ശ്രീ മോഹൻദാസ്, ശ്രീ ബിജു, ശ്രീ നാസർ, ശ്രീ ഷൈജു അമ്മാനപ്പാറ അടക്കം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരെ, പ്രിയരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഇനിയും ഒട്ടേറെ കലാവിഷ്കാരങ്ങൾ കാണാനൊക്കെ വേണ്ടി കാത്തിരിക്കുക. അതിനിടയിലാണ് ഞാൻ വന്ന് കയറിയത്. വാസ്തവത്തിൽ ഒരു വലിയ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. എന്നും ഓണവും മലയാളികൾക്ക് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സൂക്ഷിക്കുന്നൊരാഘോഷമാണ്. സമൃദ്ധിയുടെ ആഘോഷമാണെങ്കിലും, അത് ചിങ്ങത്തിലെ ഉത്സവമാണെങ്കിലും, ഇന്ന് ലോകം മുഴുവൻ വർഷങ്ങളോളം ഒരോണം കഴിഞ്ഞ് അടുത്തൊരു ഓണം വരെ ഓണാഘോഷങ്ങളാണ്. നിരവധി ഓണാഘോഷങ്ങളിൽ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ കഴിയാറുണ്ട്. ഓണത്തിന് നാട്ടിലുണ്ടെങ്കിലും പ്രവാസ ലോകം എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന സന്തോഷത്തിൻ്റെ സുദിനമാണ് ഓണം. അതുകൊണ്ട് എല്ലാ ദിവസവും ഓണമാണ്. സന്തോഷമുള്ളപ്പോഴൊക്കെ ഓണമാണ്. ഇപ്പോഴും ഞാനൊരു ഓണാഘോഷം കഴിഞ്ഞാണ് വരുന്നത്, നിലമ്പൂരുകാരുടെ ഓണാഘോഷം. എന്തായാലും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യം കൂടിയായി ഞാൻ കാണുന്നു. ഇനിയും ഒട്ടേറെ ആഘോഷങ്ങൾ നമുക്ക് എപ്പോഴും അറിയാം. നമുക്ക് കലയും സാഹിത്യവുമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അതല്ലെങ്കിൽ മൃഗവും പക്ഷികളുമായി മനുഷ്യന് ഒരു വ്യത്യാസവുമില്ല. നമുക്ക് ചിന്തിക്കുവാനും വായിക്കുവാനും പാടാനും നൃത്തം ചെയ്യുവാനും ഒക്കെയുള്ള കഴിവ് നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മൾ മൃഗത്തിൽ നിന്നും പക്ഷികളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാകുന്നത്. മാത്രമല്ല, എന്നും കലാകാരനും സാഹിത്യകാരനും സംസാരിച്ചിട്ടുള്ളത് മാനവികതയെക്കുറിച്ചാണ്, സ്നേഹത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, അസമത്വത്തിനെതിരെ, അനീതിക്കെതിരെ. ഇങ്ങനെയാണ് മനുഷ്യരൊക്കെ സംസാരിച്ചിട്ടുള്ളത്, സാഹിത്യകാരനും കലാകാരനും. അതുകൊണ്ട് എന്നും കലയും സാഹിത്യവും സമൂഹത്തിലുണ്ടോ അവിടെയൊക്കെ കൃത്യമായ മാനവികതയ്ക്ക് വേണ്ടിയുള്ള ശബ്ദം ഉണ്ടാവാറുണ്ട്. എന്നും കലാകാരനും സാഹിത്യകാരനും കലഹിച്ചിട്ടുള്ളതും വ്യവസ്ഥകളോടാണ്, ഭരണകൂടങ്ങളോടാണ്. നിലവിലുള്ള സംവിധാനങ്ങളോട് കലഹിച്ചുകൊണ്ടാണ് സാമൂഹ്യ വിപ്ലവമുണ്ടായത്. അതിന് നേതൃത്വം കൊടുത്തതും കലാകാരനും സാഹിത്യകാരനുമാണ്. ഏത് തത്വചിന്തയും ഏത് സിദ്ധാന്തങ്ങളാണെങ്കിലും അത് നേരിട്ട് മനുഷ്യന് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ അതിനെ നൃത്തമായി, പാട്ടായി, കവിതയായി, കഥയായി, സംഗീതമായി, നാടകമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് എന്നും കലാകാരനും സാഹിത്യകാരനുമാണ്. ഏത് തത്വചിന്തയും, ലോകത്ത് തത്വചിന്തയും ചിന്തകളും വളരാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. മനുഷ്യന് മനസ്സിലാവുന്ന ലളിത രൂപത്തിൽ അതിനെ ആഖ്യാനം ചെയ്യുമ്പോഴാണ്. എന്തായാലും ഇവിടെയുള്ള ഈ കലാ ആവിഷ്കാര പരിപാടികളിൽ അത് സംഘടിപ്പിച്ച ഇൻകാസിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട്, ഇവിടെ ഇരിക്കുന്ന പലരും നിലമ്പൂരിൽ ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ വിജയത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ചവരാണ്. ബലറാമൊക്കെ ദിവസങ്ങളോളം ഇലക്ഷൻ പ്രഖ്യാപിച്ച് ബലറാം വന്നിട്ട് നിലമ്പൂരിൽ വന്നിട്ട് ഇലക്ഷൻ തീയതി കഴിഞ്ഞ് വോട്ടെണ്ണി വിജയമുറപ്പിച്ച് ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് VT ബലറാം നിലമ്പൂരിൽ നിന്ന് തിരിച്ചു പോയത്. നിരവധി പ്രവാസി സുഹൃത്തുക്കൾ, ഇവിടെ എൻ്റെ ഒരു വിജയമായിരുന്നില്ല ഇത്. നിലമ്പൂരിൻ്റെ വിജയം
നമ്മുടെ എല്ലാവരുടെയും വിജയമാണ്. ഈ അനീതിക്കെതിരെ ഉള്ള ഒരു പ്രതികരണം കൂടിയായിട്ടാണ് ഈ വിജയത്തെ കണ്ടത്. ഇനി നിങ്ങൾ തന്ന ഈ വിജയം അത് നിങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, നാടിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണയും പ്രാർത്ഥനയും കൂടി വേണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയുന്നില്ല. കാരണം എന്നെ വിജയിപ്പിച്ച ഒട്ടേറെ ആളുകൾ വേദിയിലും സദസ്സിലൊക്കെ ഇരിക്കുന്നുണ്ട്. നന്ദി എന്ന് പറയുന്ന 2 വാക്ക് പറഞ്ഞ് പിരിയുമ്പോൾ, അവസാനിക്കുമ്പോൾ ഔപചാരികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവാറാണ്. പക്ഷേ ഞാൻ അതൊരു കടപ്പാടായി, നിങ്ങൾ തന്ന സ്നേഹത്തിന്, ചേർത്തുപിടിക്കലിന് അതൊരു കടപ്പാടായി എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ എന്നും ഞാനത് സൂക്ഷിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ 2 സെലിബ്രിറ്റി ഗസ്റ്റ് ഷംന കാസിം ആൻഡ് ജ്യോതികൃഷ്ണയ്ക്ക് മൊമെൻറ്റോ നൽകാനായിട്ട് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ഞാൻ സദയം ക്ഷണിക്കുന്നു.